നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൊവ്വള്ളൂർ. നമ്മുടെ പോക്കറ്റ് കീറും. മീനും ഇറച്ചിക്കും പിന്നാലെ പച്ചക്കറിക്കും വൻ വിലയിലേക്കാണ് പോകുന്നത്. സാധാരണക്കാർക്ക് അടുക്കാൻ പറ്റാത്ത പോലും പച്ചക്കറിക്ക് തീവിലയാണ്. ട്രോളിംഗ് നിരോധനം നിലവിൽ വരികയും കാലവർഷം വീണ്ടും അതിശക്തി പ്രാപിക്കുകയും ചെയ്യുന്നതോടെ വരും ദിവസങ്ങളിൽ പച്ചക്കറിക്ക് വീണ്ടും കൂടാനാണ് സാധ്യത. ഈ വർഷം കാലവർഷം നേരത്തെ വന്നതോടുകൂടി, അതായത് മെയ് അവസാന വാരം കാലവർഷം നേരത്തെ ആരംഭിച്ചതിന് പിന്നാലെ കൊച്ചിയിലെ ചരക്ക് കപ്പൽ അപകടവും കള്ളക്കടൽ പ്രതിഭാസവും മത്സ്യക്ഷാമത്തിനും വിലക്കൂടുതലും കാരണമായിരുന്നു. മത്സ്യത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞതോടുകൂടി കോഴി വിലയും 155-160 വരെയാണ് ഇപ്പോൾ കിലോയ്ക്ക് ഓടുന്നത്. മെയ് അവസാനത്തിൽ ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും നാടൻ പച്ചക്കറികൾക്കുണ്ടായ നാശവും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവും കുറഞ്ഞതുമാണ് പച്ചക്കറി ക്ഷാമത്തിനും ഉയർന്ന വിലയിലേക്കും ഇപ്പോൾ കാരണമായത്. വയലുകളിലെ മിക്ക വാഴക്കുലകളും അതിശക്തമായ കാറ്റിൽ ഒടിയുകയാണുണ്ടായത്. യാതൊരു പ്രയോജനമില്ല. ഒടിഞ്ഞ വാഴക്കുലകൾ തോരൻ വെക്കാൻ പോലും പറ്റത്തില്ല. അതിന് ജൈവവളമായിട്ട് വെട്ടി ഉപയോഗിക്കാനേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് മിക്ക പച്ചക്കറികൾക്കും ഇറച്ചികൾക്കും വില കൂടിയിട്ടുണ്ട്. ചില ഇനങ്ങൾക്ക് 5 മുതൽ 10 രൂപ വരെയാണ് വില കൂടിയിരിക്കുന്നത്. ചിക്കൻ ഇപ്പോൾ കിലോ 155 മുതൽ 160 രൂപയാണ് മിക്ക സ്ഥലങ്ങളിലും. തേങ്ങയും വെളിച്ചെണ്ണയും ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില കുതിച്ചു ഉയർന്നതോടെ ട്രോളിംഗ് കാലത്ത് നമ്മുടെ അടുപ്പുകളിൽ പുകയുക ദുഷ്കരമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്, ഇടത്തരക്കാർക്ക് വളരെ പ്രയാസം തന്നെയാണ്. ഈ മഴ അതിശക്തമായി പെയ്യുന്നതും റബ്ബർ ടാപ്പിംഗ് പോലും ശരിയായി നടക്കുന്നില്ല ഈ സമയത്ത്. ഇപ്പോഴത്തെ കമ്പോള വില നോക്കുമ്പോൾ സവാള 1 കിലോ 35, ഉരുളൻകിഴങ്ങ് കിലോ 35, പച്ചമുളക് കിലോ 80, പയർ 1 കിലോ 100, പാവയ്ക്ക കിലോ 90, ബീറ്റ്റൂട്ട് കിലോ 65, പടവലം കിലോ 80, ബീൻസും 1 കിലോ 90, കത്തിരിക്ക കിലോ 45, വഴുതനങ്ങ 1 കിലോ 55, വെള്ളരി 1 കിലോ 22, നാടൻ ഇഞ്ചി 150 മുതൽ 200, തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 85 മുതൽ 90. മരച്ചീനി കിലോ 30, ഏത്തയ്ക്ക കിലോ 80, പഴുത്ത ഏത്തയ്ക്ക. കാണുന്നത് നാട്ടിൻ പ്രദേശങ്ങളിലെ ചീനിയും ചേനയൊക്കെയാണ്. ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നാടൻ പഴങ്ങൾ വിൽക്കപ്പെടും. PK സ്റ്റോഴ്സ് ചൊവ്വള്ളൂർ.